നമസ്കാരം, ഞാൻ ഗോപകുമാർ. മാട്രിക്സ് എന്നാൽ എന്താണെന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാട്രിസസ് ഏതാണെന്നും മനസ്സിലാക്കിയ ശേഷം എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. 1, 2, 3, 4. ഒരു മാട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് നോക്കുക. ഈ മാട്രിക്സിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതിനെ റോസ് എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെ കോളംസ് എന്ന് പറയും. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. ഹൊറിസോണ്ടലായി എഴുതുന്നതിനെ റോസ് എന്നും വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്നതിനെ കോളംസ് എന്നും പറയും. ഇത് കോളം 1, കോളം 1. ഇത് കോളം 2, കോളം 2. ഇത് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് 1 and 2. സെക്കൻഡ് റോയിലെ എലമെന്റ്സ് 3 and 4. ഈ മാട്രിക്സിൽ 2 റോ ഉണ്ട്. അതുപോലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് 1 ഉം 3 ഉം. സെക്കൻഡ് കോളത്തിലെ എലമെന്റ് 2, 4. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം. നമ്പർ ഓഫ് കോളംസ് 2, നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 2. ഇതിനെ 2x2 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് എന്ന് പറയും. ഓർഡർ ഓഫ് 2, മാട്രിക്സ് ഓഫ് ഓർഡർ 2, 2 റോസ് ആൻഡ് 2 കോളംസ്. അടുത്തൊരു മാട്രിക്സ് നോക്കാം. 1, 2, 3, 4. നമ്പർ ഓഫ് റോസ് 1. ഹൊറിസോണ്ടലായി എഴുതിയിട്ടുള്ളതിനെ റോസ് എന്ന് പറയും. 1, 2, 3, 4. നമ്പർ ഓഫ് റോസ് 1. ഇതിനകത്ത് എത്ര കോളം ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4. 4 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ എലമെന്റ് 1 ആണ്. സെക്കൻഡ് കോളത്തിൽ എലമെന്റ് 2 ആണ്. തേർഡ് കോളത്തിൽ എലമെന്റ് 3 ആണ്. ഫോർത്ത് കോളത്തിൽ എലമെന്റ് 4 ആണ്. 1 into 4. ഓർഡർ ഓഫ് ദ മാട്രിക്സ് 1 into 4. 1 row and 4 columns. A, B, C, D, E, F. ഈ മാട്രിക്സിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കുക. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. നമ്പർ ഓഫ് റോസ് 2. നമ്പർ ഓഫ് കോളംസ് നോക്കുക. ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. നമ്പർ ഓഫ് കോളംസ് 3. 2x3 മാട്രിക്സ്. 2 റോസ് ആൻഡ് 3 കോളംസ്. 2x3 ഓർഡറിലുള്ള മാട്രിക്സ് എന്ന് പറയും. എ, ബി, സി, ഡി. ഈ മാട്രിക്സിന്റെ ഓർഡർ നോക്കുക. ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ. 4 റോസ്. നമ്പർ ഓഫ് റോസ് 4. കോളം, ഇതിനകത്ത് ഒരു കോളം മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് കോളംസ് 1. ഓർഡർ ഓഫ് ദ മാട്രിക്സ് 4x1. 4 റോസ് ആൻഡ് 1 കോളം. നമ്പർ ഓഫ് റോസ് m കൊണ്ടും നമ്പർ ഓഫ് കോളംസ് n കൊണ്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. 1 into 4 മാട്രിക്സ്. ഇതില് നമ്പർ ഓഫ് റോസ് 1, നമ്പർ ഓഫ് കോളംസ് 4. ഈ മാട്രിക്സിൽ നമ്പർ ഓഫ് റോസ് 4, നമ്പർ ഓഫ് കോളംസ് 1. ഈ മാട്രിക്സിൽ നമ്പർ ഓഫ് റോസ് 2, നമ്പർ ഓഫ് കോളംസ് 3. അടുത്തതായി ഒരു മാട്രിക്സിന്റെ ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. m into n ഓർഡറിലുള്ള ഒരു മാട്രിക്സ്. A11, A12, A13, A14 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് A1n എന്ന് വരെ കണ്ടിന്യൂ ചെയ്യും. A21, A22, A23, A2n, A31, A32, A33, etc. A3n. ഇതുപോലെ നമ്പർ ഓഫ് റോസും കോളംസും കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് AM1, AM2, AM3, etc. AMN. A11. ഫസ്റ്റ് എലമെന്റ് A11. A11. ഫസ്റ്റ് വൺ റോയെ റെപ്രസെന്റ് ചെയ്യും. റോ. സെക്കൻഡ് വൺ കോളത്തിനെ റെപ്രസെന്റ് ചെയ്യും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്, അതാണ് A11 റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത A12. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. ഫസ്റ്റ് റോയിലെ nth കോളത്തിലെ എലമെന്റ്. A21. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലെ എലമെന്റ്. സെക്കൻഡ് റോയിലെ nth കോളത്തിലെ എലമെന്റ്. ഒരു മാട്രിക്സിന്റെ ജനറൽ ഫോം ഇതാണ്. കൺസ്ട്രക്ട് എ 2x2 മാട്രിക്സ് whose elements are A, I, J is equal to
2i plus j. aij is equal to 2i plus j ഒരു റിലേഷൻ ആണ്. ഈ റിലേഷൻ തന്നിട്ട് ഒരു 2x2 മാട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ആദ്യം ഒരു 2x2 മാട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് മനസ്സിലാക്കണം. 2x2 മാട്രിക്സ് A11, A12, A21, A22. Number of rows 2, number of columns 2. 2 rows ഉം 2 columns ഉം. First rowയിൽ A11, A12. Second rowയിൽ A21, A22. aij is equal to 2i plus j എന്ന റിലേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ റിലേഷൻ യൂസ് ചെയ്ത് ഒരു 2x2 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഫസ്റ്റ് A11, A11, I is equal to 1, j is equal to 1. I 1, j is equal to 1. 2i, I 1 plus j, j 1. 2 into 1, 2. 2 plus 1. 2 plus 1, 3. A11 എന്ന പൊസിഷനിലുള്ള element 3. Next element A12. A12 is equal to 2i plus j. ഇവിടെ I1, J2. I1, J2. 2i plus j. 2 into I. I1 plus j. J2. 2 into 1, 2 plus 2 is equal to 4. A12 ന്റെ പൊസിഷനിലുള്ള എലമെന്റ് 4. നെക്സ്റ്റ് എലമെന്റ് A21. A21. I2, J1. J1. 2i plus j. 2 into I. I2 plus j. J1. 2 into 2, 4. 4 plus 1. 4 plus 1, 5. A21, 5. Next element A22. A22. I2, J2. 2i plus j. 2 into I. I2. 2 plus j. J2. 2 into 2, 4. 4 plus 2, 6. 2i plus j ഫോമിലുള്ള മാട്രിക്സ് 3, 4, 5, 6. മാട്രിക്സിന്റെ ടൈപ്പുകൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് റോ മാട്രിക്സ്. റോ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ എ മാട്രിക്സ് ഹാവിംഗ് ഓൺലി വൺ റോ ഈസ് കോൾഡ് എ റോ മാട്രിക്സ്. ഒരു റോ മാത്രമുള്ള മാട്രിക്സിനെയാണ് റോ മാട്രിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എഴുതാം. 5, 2, 0, -1. ഈ മാട്രിക്സിന്റെ ഓർഡർ ഇത് ഒരു റോ ആണ്. 1 into കോളംസ് 1, 2, 3, 4 കോളംസ്. 1/4 ഓർഡറിലുള്ള ഒരു മാട്രിക്സ് ആണിത്. ഇതിനെ റോ മാട്രിക്സ് എന്ന് പറയാം. കാരണം ഈ മാട്രിക്സിൽ ഒരു റോ മാത്രമേ ഉള്ളൂ. ഓൺലി വൺ റോ. ഈ മാട്രിക്സിൽ ഒരു റോ മാത്രം ഉള്ളതിനാൽ ഇതിനെ റോ മാട്രിക്സ് എന്ന് പറയാം. അടുത്തതായി കോളം മാട്രിക്സ്. എന്താണ് കോളം മാട്രിക്സ് എന്ന് നോക്കാം. എ മാട്രിക്സ് വിച്ച് ഹാസ് ഓൺലി വൺ കോളം ഈസ് കോൾഡ് എ കോളം മാട്രിക്സ്. ഒരു കോളം മാത്രമുള്ള മാട്രിക്സിനെയാണ് കോളം മാട്രിക്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. എ ബി സി ഇതൊരു കോളം മാട്രിക്സ് ആണ്. കാരണം ഇതിനകത്ത് ഒരു കോളം മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് റോസ് 1, 2, 3. 3 rows. 3 rows and 1 column. ഇത് ഈ മാട്രിക്സിന്റെ ഓർഡർ 3/1. 3 rows and 1 column. ഈ മാട്രിക്സിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ കോളം മാട്രിക്സ് എന്ന് പറയാം. ഒരു റോ മാത്രമുള്ള മാട്രിക്സിനെ റോ മാട്രിക്സ് എന്ന് പറയാം. ഒരു കോളം മാത്രമുള്ള മാട്രിക്സിനെ കോളം മാട്രിക്സ് എന്ന് പറയാം. 4, 0, 2, -9. ഈ മാട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് നോക്കുക. ഈ മാട്രിക്സിൽ 1, 2, 3, 4 റോസ് ഉണ്ട്. നമ്പർ ഓഫ് റോസ് 4. നമ്പർ ഓഫ് കോളംസ് 1 കോളം. 4/1. ഔട്ട് ഓഫ് ദി മാട്രിക്സ് 4/1. ഈ കോളത്തിനാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ ഒരു കോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ മാട്രിക്സിനെ കോളം മാട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് സ്ക്വയർ മാട്രിക്സ്. എന്താണ് സ്ക്വയർ മാട്രിക്സ് എന്ന് നോക്കാം. എ മാട്രിക്സ് ഇൻ വിച്ച് number of rows is equal to number of columns is called square matrix. Number of rows ഉം number of columns ഉം equal ആണെങ്കിൽ, number of rows ഉം number of columns ഉം equal ആണെങ്കിൽ
അങ്ങനെയുള്ള മാട്രിക്സിനെ സ്ക്വയർ മാട്രിക്സ് എന്ന് പറയാം. എ ബി സി ഡി ഇതിന്റെ ഓർഡർ ഒന്ന് എഴുതി നോക്കുക. 1 2 2 റോസ് ഉണ്ട്. നമ്പർ ഓഫ് കോളംസ് 1 2 നമ്പർ ഓഫ് കോളംസ് 2 2/2 ഓർഡറിലുള്ള മാട്രിക്സ് ആണിത്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണ്. അതുകൊണ്ട് ഇതൊരു സ്ക്വയർ മാട്രിക്സ് ആണ്. 1 2 3 4 5 6 7 8 9 ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ. 3 റോസ്. നമ്പർ ഓഫ് റോസ് 3. നമ്പർ ഓഫ് കോളംസ് ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം. 3 columns, 3 rows and 3 columns. Number of rows is equal to number of columns. Number of rows 3, number of columns 3. Number of rows number of columns equal ആയിട്ടുള്ള മാട്രിക്സിനെ സ്ക്വയർ മാട്രിക്സ് എന്ന് പറയാം. അടുത്ത റെക്ടാങ്കുലർ മാട്രിക്സ്. എന്താണ് റെക്ടാങ്കുലർ മാട്രിക്സ്? A matrix in which number of rows is not equal to number of columns. Number of rows number of columns ഈക്വൽ അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു ഈക്വൽ അല്ലെങ്കിൽ അതിനെ റെക്ടാങ്കുലർ മാട്രിക്സ് എന്ന് പറയാം. 2 -1 5 3 4 1 ഇതൊരു റെക്ടാങ്കുലർ മാട്രിക്സ് ആണെന്ന് നോക്കുക. ആദ്യം നമ്പർ ഓഫ് റോസ് എത്രയാണെന്ന് നോക്കുക. നമ്പർ ഓഫ് റോസ് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. 2 റോസ് ഉണ്ട് ഇതിനകത്ത്. നമ്പർ ഓഫ് റോസ് 2. നമ്പർ ഓഫ് കോളംസ് ഫസ്റ്റ് കോളം, second column, third column. 3 columns. Number of rows 2, number of columns 3. Number of rows number of columns equal അല്ലെങ്കിൽ അതിനെ റെക്ടാങ്കുലർ മാട്രിക്സ് എന്ന് പറയും. ഇവിടെ നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. 2 not equal to 3. Therefore, it is a rectangular matrix. Number of rows number of columns ഈക്വൽ അല്ലാത്തതിനാൽ ഇത് ഒരു റെക്ടാങ്കുലർ മാട്രിക്സ് ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 3 4 -5 6 2 -8 ഈ മാട്രിക്സിൽ എത്ര റോസ് ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. നമ്പർ ഓഫ് റോസ് 3. നമ്പർ ഓഫ് കോളംസ് 2. നമ്പർ ഓഫ് കോളംസ് 1 2. നമ്പർ ഓഫ് കോളംസ് 2. ഈ മാട്രിക്സിന്റെ ഓർഡർ 3/2. നമ്പർ ഓഫ് rows is not equal to number of columns. Number of rows number of columns equal അല്ലാത്തതിനാൽ ഈ മാട്രിക്സിനെ നമുക്ക് റെക്ടാങ്കുലർ മാട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ്, യൂണിറ്റ് മാട്രിക്സ് ഓർ ഐഡന്റിറ്റി മാട്രിക്സ്. എ സ്ക്വയർ മാട്രിക്സ് ഇൻ വിച്ച് all diagonal element is unity, all other elements being 0 is called unit matrix or identity matrix. For example നോക്കാം. 1 0 0 1 ഈ മാട്രിക്സിന്റെ ഓർഡർ 2/2. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. നമ്പർ ഓഫ് റോസ് 2. നമ്പർ ഓഫ് കോളംസ് 2. 2/2 ഓർഡറിലുള്ള മാട്രിക്സ് ആണ്. ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് എല്ലാം യൂണിറ്റി ആയിരിക്കണം, 1 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം, മറ്റെല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഡയഗണൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡയഗണൽ എലമെന്റ്. ഒരു റെക്ടാങ്കിൾ വരച്ചു. ഇതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് 2 ഡയഗണൽ ഉണ്ട്. ഇതും ഒരു ഡയഗണൽ ആണ്. അതുപോലെ ഈ മാട്രിക്സിന് 2 ഡയഗണൽ ഉണ്ട്. ഒന്ന് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്. ഇതാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റ്. ഇത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്. ഈ 3 രീതിയിലും ഈ ഡയഗണലിനെ പറയാം. പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്. അടുത്തൊരു ഡയഗണലും കൂടെ ഉണ്ട്. ഇത് ബാക്ക്വേർഡ് ഡയഗണൽ എലമെന്റ്സ്. ഇത് ഫോർവേഡ് ഡയഗണൽ എലമെന്റ്സ്, ഇത് ബാക്ക്വേർഡ് ഡയഗണൽ എലമെന്റ്സ്. എപ്പോഴും പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം, മറ്റെല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. 0
ഡയഗണൽ എലമെന്റ് രണ്ടും 1 ആണ്, മറ്റെല്ലാ എലമെന്റ്സും 0 ആണ്. ഇങ്ങനെയുള്ള മാട്രിക്സിനെ ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയാം. ഇത് 2x2 മാട്രിക്സ് ആണ്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് I2, ക്യാപിറ്റൽ I2, സഫിക്സ് ആയിട്ട് 2. ഈ I2 എന്ന് എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാക്കേണ്ടത് ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 2, 1 0 0 1. ഇതാണ് I2 എന്ന റെപ്രസെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു മാട്രിക്സ് നോക്കാം. 1 0 0 1 0 0 0 1. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്, ബാക്കി എല്ലാ എലമെന്റ്സും 0 ആണ്. ഇതിനെ ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയാം. ഇതിന്റെ ഓർഡർ 3x3, 3 റോസും 3 കോളംസും. ഇതിനെ ഷോർട്ടായിട്ട് പറയുന്നത് I3, ക്യാപിറ്റൽ I3, സഫിക്സ് ആയിട്ട് 3. ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3 എന്ന് വായിക്കാം. ഐഡന്റിറ്റി മാട്രിക്സ് ഓഫ് ഓർഡർ 3. ഐഡന്റിറ്റി മാട്രിക്സ് ഓർത്ത് വെക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി മാട്രിക്സ് ആവശ്യമായിട്ട് വരും. ഐഡന്റിറ്റി മാട്രിക്സിന്റെ വേറൊരു പേരാണ് യൂണിറ്റ് മാട്രിക്സ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1ഉം മറ്റെല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ യൂണിറ്റ് മാട്രിക്സ് അല്ലെങ്കിൽ ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ്, ഡയഗണൽ മാട്രിക്സ്. ഇൻ എ സ്ക്വയർ മാട്രിക്സ്, all of whose elements except those in the leading diagonal elements are 0. ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് ഒഴികെ, അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റെല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അങ്ങനെയുള്ള മാട്രിക്സിനെ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. 4 0 0 0 6 0 0 0 8. ഇതൊരു ഡയഗണൽ മാട്രിക്സ് ആണ്. ഈ മാട്രിക്സിന്റെ ലീഡിംഗ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, ഫോർവേഡ് ഡയഗണൽ എലമെന്റ്. ആ എലമെന്റ് ലീഡിംഗ് ഡയഗണൽ എലമെന്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റെല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അതിനെ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 1 0 0 3. ഈ മാട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ഇതാണ്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റെല്ലാ എലമെന്റ്സും 0 ആണ്. അതുകൊണ്ട് ഇതിനെ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ്, സ്കെയിലാർ മാട്രിക്സ്. എ മാട്രിക്സ് ഇൻ വിച്ച് diagonal elements are all equal and all other elements being zeros is called a scalar matrix. Scalar matrix എന്ന് പറഞ്ഞാൽ diagonal elements എല്ലാം ഈക്വൽ ആയിരിക്കണം, മറ്റെല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കാം. 4 0 0 0 4 0 0 0 4. ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണ്, 4 ആണ്. മറ്റെല്ലാ എലമെന്റ്സും 0 ആണ്. ഇങ്ങനെയുള്ള എലമെന്റ്സിനെയാണ് സ്കെയിലാർ മാട്രിക്സ് എന്ന് പറയുന്നത്. സ്കെയിലാർ മാട്രിക്സ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആയിരിക്കണം, മറ്റെല്ലാ എലമെന്റ്സും 0 ആയിരിക്കണം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 5 0 0 5. ഇവിടെ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണ്, രണ്ട് എലമെന്റും 5 ആണ്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റെല്ലാ എലമെന്റ്സും 0 ആണ്. അതുകൊണ്ട് ഇതിനെ ഒരു സ്കെയിലാർ മാട്രിക്സ് എന്ന് പറയാം. K 0 0 0 K 0 0 0 K. ഇത് ഒരു സ്കെയിലാർ മാട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണ്, ഡയഗണൽ എലമെന്റ്സ് ഒഴികെ മറ്റെല്ലാ എലമെന്റ്സും 0 ആണ്. ഇങ്ങനെയുള്ള മാട്രിക്സിനെ സ്കെയിലാർ മാട്രിക്സ് എന്ന് പറയാം. നെക്സ്റ്റ്, സീറോ മാട്രിക്സ് ഓർ നൾ മാട്രിക്സ്. ദ മാട്രിക്സ് വിച്ച് ഓൾ എലമെന്റ്സ് ആർ 0 is called സീറോ മാട്രിക്സ് ഓർ എ നൾ മാട്രിക്സ്. ഒരു മാട്രിക്സിലെ എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ അങ്ങനെയുള്ള മാട്രിക്സിനെ സീറോ മാട്രിക്സ് എന്ന് പറയാം. 0 0 0 0. ഇതൊരു സീറോ മാട്രിക്സ് ആണ്. ഇതിന്റെ എലമെന്റ്സ് എല്ലാം 0 ആണ്. 0 0 0 0 0 0 0 0. ഇത് ഒരു സീറോ മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ നൾ മാട്രിക്സ് ആണ്. നൾ മാട്രിക്സ്. Additive inverse of matrix or negative of a matrix. Additive inverse. For example നോക്കാം. Matrix A. Matrix A 2 minus 1 3 minus 4. ഈ മാട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്
മൈനസ് ഓഫ് എ ആയിരിക്കും. മൈനസ് ഓഫ് എ. മൈനസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സിലുള്ള എലമെന്റ്സിന്റെ എല്ലാം സൈൻ ചേഞ്ച് ആവും. ഇവിടെ പോസിറ്റീവ് 2 ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് ആവുമ്പോൾ -2. ഈ -1 +1 ആയിട്ട് എഴുതുക. 3 -3 ആയിട്ട് എഴുതുക. -4 +4 ആയിട്ട് എഴുതുക. a plus -a is equal to 2 -1 3 -4 plus -a. -2 1 -3 4. a plus -a is equal to 0. 0 മാട്രിക്സ്. ഒരു മാട്രിക്സും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്താൽ 0 മാട്രിക്സ് കിട്ടും. മാട്രിക്സ് അഡിഷൻ പറയാം. കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ വേണം ആഡ് ചെയ്യാൻ. മാട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഈ മാട്രിക്സിലെ A11 എന്ന് പറയുന്ന എലമെന്റും ഈ മാട്രിക്സിലെ A11 പൊസിഷനിലുള്ള എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്യാം. 2 plus -2 2 plus -2 2 plus into minus minus 2 minus 2 0 0. ഇതിനെ A12 പൊസിഷനിലുള്ള എലമെന്റ് എന്ന് പറയും. ഇത് A12. ഈ രണ്ട് എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. -1 plus 1 -1 plus 1 0. അടുത്ത് ഇത് 21 A21 പൊസിഷനിലുള്ള എലമെന്റ് ആണ്. ഇത് A21 പൊസിഷനിലുള്ള എലമെന്റ് ആണ്. ഈ രണ്ട് എലമെന്റ്സും തമ്മിൽ ആഡ് ചെയ്യുക. 3 plus -3 3 plus -3 3 plus into minus minus -3 is equal to 0 0. 3 plus -3 0 -4 plus 4 0. ഇതൊരു 0 മാട്രിക്സ് ആണ്. ഒരു മാട്രിക്സും ആ മാട്രിക്സിന്റെ അഡിറ്റീവ് ഇൻവേഴ്സും തമ്മിൽ ആഡ് ചെയ്താൽ കൂട്ടിയാൽ 0 മാട്രിക്സ് കിട്ടും. a plus additive inverse of matrix A is equal to 0. Upper triangular matrix 2 3 4 0 5 1 0 0 6. ഇതിനെ ഒരു അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് എന്ന് പറയാം. ഈ 0 ഒഴികെയുള്ള എലമെന്റ്സ് എല്ലാം കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആവും. അതുപോലെ ഈ സീറോസ് എല്ലാം കൂടെ ജോയിൻ ചെയ്താലും ഒരു ട്രയാങ്കിൾ ആവും. ഇതിന് അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് എന്ന് പറയാം. ഇത് 3x3 ഓർഡറിലുള്ള ഒരു അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് ആണ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. 1 4 5 6 0 3 2 -1 0 0 7 9 0 0 0 8. ഇതും ഒരു അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് ആണ്. 0 ഒഴികെയുള്ള എലമെന്റ്സ് എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ലൈൻസ് വരച്ചു നോക്കാം. 3 7 8 6 -1 9. ഇതൊരു ട്രയാങ്കിൾ കിട്ടും. അതുപോലെ സീറോസ് എല്ലാം ചേർത്ത് ജോയിൻ ചെയ്താലും ഒരു ട്രയാങ്കിൾ കിട്ടും. ഇത് ഒരു അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് ആണ്. അടുത്ത് ലോവർ ട്രയാങ്കുലാർ മാട്രിക്സ് 8 0 0 5 4 0 1 2 9. 0 അല്ലാത്ത എലമെന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് നോക്കുക. ഇതൊരു ട്രയാങ്കിൾ. സീറോസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ഇതൊരു ട്രയാങ്കിൾ. ഈ സീറോസ് എല്ലാം മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ലോവർ ട്രയാങ്കുലാർ മാട്രിക്സ് എന്ന് പറയും. സീറോസ് എല്ലാം താഴെയാണെങ്കിൽ അതിനെ അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് എന്ന് പറയും. ഇതൊരു ലോവർ ട്രയാങ്കുലാർ മാട്രിക്സ് ആണ്. ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. 1 0 0 0 2 1 0 0 3 4 5 0 6 2 1 7. എലമെന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ഇതും ഒരു ലോവർ ട്രയാങ്കുലാർ മാട്രിക്സ് ആണ്. മിനിമം നമ്പർ ഓഫ് സീറോസ് required for an upper triangular matrix is n into n minus 1 by 2. ഈ ഫോർമുല ഓർത്ത് വെക്കുക. മിനിമം നമ്പർ ഓഫ് സീറോസ് required for an upper triangular matrix. ഒരു അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ മിനിമം എത്ര സീറോസ് ആവശ്യമുണ്ട്? ഇതൊരു അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സ് ആണ്. ഈ അപ്പർ ട്രയാങ്കുലാർ മാട്രിക്സിന്റെ ഓർഡർ 3x3 ആണ്. 3 rows and 3 columns. ഈ n റെപ്രസെന്റ് ചെയ്യുന്നത് ഓർഡർ ഓഫ് ദ മാട്രിക്സ് ആണ്. ഓർഡർ ഓഫ് ദ മാട്രിക്സ് 3 n3 n is equal to 3 n into n minus 1 by 2 n3 n minus 1 3 minus 1 divided by 2
3 into 3 minus 1 2 2 by 2 ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. 3 by 3 മാട്രിക്സ് എഴുതാൻ 3 zeros ആവശ്യമുണ്ട്. നോക്കുക 3 by 3 മാട്രിക്സ് ആണിത്. ഇതിൽ 3 zeros ഉണ്ട്. 1 2 3. ഒരു ഇമ്പോർട്ടന്റ് ഫോർമുല ആണിത്, നോക്കി വെക്കുക. അടുത്ത് ഈ മാട്രിക്സ് ഇതൊരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. ഈ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിൽ എത്ര സീറോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് 1 2 3 4 4 റോസ് 4 റോസും 4 കോളംസ് 1 2 3 4 4 കോളംസ് ഉള്ള ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. 4 by 4. ഒരു 4 by 4 അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര സീറോസ് ആവശ്യമുണ്ട്? ഇതായിരിക്കും ക്വസ്റ്റ്യൻ. മിനിമം നമ്പർ ഓഫ് സീറോസ് റിക്വയർഡ് ഫോർ കൺസ്ട്രക്ടിങ് എ 4 by 4 മാട്രിക്സ്. n into n minus 1 by 2 എന്നുള്ള ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദ മാട്രിക്സ്. n 4 by 4 4 into 4 minus 1 divided by 2. 4 ഉം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം, 2 കിട്ടും. 2 into 4 minus 1 3 3 into 2 6 6 zeros ആവശ്യമുണ്ട്. ഒരു 4 by 4 മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ 6 zeros ആവശ്യമുണ്ട്. നോക്ക് 1 2 3 4 5 6. ഒരു 5 into 5 ഓർഡറിലുള്ള ഒരു അപ്പർ ട്രയാങ്കുലർ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര സീറോസ് ആവശ്യമുണ്ട്? അങ്ങനെയാണെങ്കിൽ 5 into 5 minus 1 by 2 5 into 4 by 2 ക്യാൻസൽ ചെയ്യുക. 2 5 into 2 10 സീറോസ് ആവശ്യമുണ്ട്. ഈ ഫോർമുല ഓർത്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ഫോർമുല ആണ്. എക്സാമിന് ചിലപ്പോൾ 50 into 50 ഓർഡറിലുള്ള ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിന്റെ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര സീറോസ് ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആൻസർ പറയാൻ പറ്റും. 50 into 50 minus 1 49 49 by 2 ക്യാൻസൽ ചെയ്യുക. 25 into 49 25 into 49 1225 1225 സീറോസ് ആവശ്യമുണ്ട്. നെക്സ്റ്റ് ഐഡംപൊട്ടന്റ് മാട്രിക്സ്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ. ഒരു എ മാട്രിക്സിനെ സെയിം എ മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എ മാട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിന് ഐഡംപൊട്ടന്റ് മാട്രിക്സ് എന്ന് പറയും. എക്സാമ്പിൾ എഴുതി കാണിക്കാം. 3 minus 6 1 minus 2. ഇത് എ മാട്രിക്സ്. എ സ്ക്വയർ ചെയ്ത് നോക്കുക. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ. മാട്രിക്സ് എ 3 minus 6 1 minus 2 3 minus 6 1 minus 2. മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും കൂടി ശ്രദ്ധിക്കുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഫസ്റ്റ് 3 into 3 3 into 3 9. നെക്സ്റ്റ് minus 6 into 1 minus 6. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 into minus 6 3 into minus 6 minus 18. കുറച്ച് സ്പേസ് ഇട്ട് വേണം എഴുതാൻ. ഇവിടെ കുറച്ച് സ്പേസ് ഇടുക, minus 18 എഴുതുക. അടുത്ത് minus 6ഉം minus 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. minus 6 into minus 2 plus 12. അടുത്ത സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 3 1 into 3 3 minus 2 into 1 minus 2 into 1 minus 2 minus 2. അടുത്ത സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 into minus 6 minus 2 into minus 2 plus 4 9 minus 6 3 minus 18 plus 12 minus 6 3 minus 2 1 minus 6 plus 4 minus 2. ഈ കിട്ടിയ മാട്രിക്സും തന്നിട്ടുള്ള മാട്രിക്സുമായിട്ട് കമ്പയർ ചെയ്യുക. രണ്ടും സെയിം മാട്രിക്സ് ആണ്. ഇങ്ങനെയുള്ള മാട്രിക്സിനെ ഐഡംപൊട്ടന്റ് മാട്രിക്സ് എന്ന് പറയും. ഐഡംപൊട്ടന്റ് മാട്രിക്സ് ഒരു മാട്രിക്സിനെ ആ മാട്രിക്സ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് സെയിം മാട്രിക്സ് ആണെങ്കിൽ അതിനെ ഐഡംപൊട്ടന്റ് മാട്രിക്സ് എന്ന് പറയും. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ. നെക്സ്റ്റ് ട്രേസ് ഓഫ് മാട്രിക്സ്. ട്രേസ് ഓഫ് മാട്രിക്സ് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. 1 2 3 9 8 6 7 5 4. ഇതൊരു മാട്രിക്സ്. ട്രേസ് ഓഫ് ദ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ലീഡിംഗ് ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മം.
അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റിന്റെ സമ്മ, അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റിന്റെ സമ്മ. ഇവിടെ ലീഡിംഗ് ഡയഗണൽ എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്, അല്ലെങ്കിൽ ഫോർവേഡ് ഡയഗണൽ എലമെന്റ് 1, 8, 4. ശ്രദ്ധിക്കുക, ലീഡിംഗ് ഡയഗണൽ എലമെന്റിന്റെ സമ്മ എന്ന് പറഞ്ഞാൽ 1 + 8 + 4, 8 + 1 9, 9 + 4 13. ഒരു മാട്രിക്സിന്റെ ലീഡിംഗ് ഡയഗണൽ എലമെന്റിന്റെ സമ്മിനെയാണ് ട്രേസ് ഓഫ് ദ മാട്രിക്സ് എന്ന് പറയുന്നത്. ട്രേസ് ഓഫ് ദ മാട്രിക്സ്. ഈ വേർഡുകൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അതുപോലെ ഐഡന്റിപ്പൊട്ടന്റ് മാട്രിക്സ്. ഒരു മാട്രിക്സിനെ സ്ക്വയർ ചെയ്താൽ സെയിം മാട്രിക്സ് കിട്ടിയാൽ അതിനെ ഐഡന്റിപ്പൊട്ടന്റ് മാട്രിക്സ് എന്ന് പറയാം. ട്രേസ് ഓഫ് ദ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ. ഇവിടെ 1, 8, 4 ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. 1, 8, 4 ആഡ് ചെയ്താൽ 13 കിട്ടും. ട്രേസ് ഓഫ് ദ മാട്രിക്സ് ഈസ് ഇക്വൽ ടു 13. നെക്സ്റ്റ്, ഇൻവോളറ്ററി മാട്രിക്സ്. ഇൻവോളറ്ററി മാട്രിക്സ് എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ കാണിക്കാം. മാട്രിക്സ് എ 4 -1 15 -4. ഈ മാട്രിക്സിനെ സ്ക്വയർ ചെയ്താൽ A into A മാട്രിക്സ് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മാട്രിക്സ് ആണെങ്കിൽ A മാട്രിക്സ് ഇതാണ്, അതിന് A മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യൂണിറ്റ് മാട്രിക്സ് കിട്ടിയാൽ, ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടിയാൽ അതിനെ ഇൻവോളട്ടറി മാട്രിക്സ് എന്ന് പറയും. മാട്രിക്സ് A into A ഈസ് ഈക്വൽ ടു A സ്ക്വയർ എന്ന് എഴുതാം. മാട്രിക്സ് A 4 -1 15 -4 into 4 -1 15 -4. മാട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4 into 4 16 -1 into 15 -15 -15. അടുത്ത ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 4 into -1 4 into -1 -4. അടുത്ത -1 into -4 +4. സെക്കൻഡ് റോയും ഫസ്റ്റ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 15 into 4 60 -4 into 15 -60. സെക്കൻഡ് റോയും സെക്കൻഡ് കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 15 into -1 -15 -15 -4 into -4 +16 +16. 16 -15 16 -15 1 -4 + 4 0. 60 -60 0. -15 + 16 1 1 0 0 1. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആണ്, മറ്റെല്ലാ എലമെന്റ്സും 0 ആണ്. ഇത് ഐഡന്റിറ്റി മാട്രിക്സ്. ഐഡന്റിറ്റി മാട്രിക്സ് ഒരു മാട്രിക്സിനെ സെയിം മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മാട്രിക്സ് ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ ഇൻവോളട്ടറി മാട്രിക്സ് എന്ന് പറയും. എക്സാമിന് 3 or 4 മാട്രിക്സ് തന്നിട്ട് ഇതിൽ ഇൻവോളട്ടറി മാട്രിക്സ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇൻവോളട്ടറി മാട്രിക്സ്, ആ തന്നിട്ടുള്ള മാട്രിക്സിനെ ആ സെയിം മാട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി മാട്രിക്സ് കിട്ടിയാൽ അത് ഇൻവോളട്ടറി മാട്രിക്സ് ആയിരിക്കും. ഐഡന്റിറ്റി മാട്രിക്സ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ആയിരിക്കണം, മറ്റ് എലമെന്റ്സ് എല്ലാം 0 ആയിരിക്കണം. ഇങ്ങനെയുള്ള മാട്രിക്സിനെയാണ് ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്സ് നന്നായിട്ട് മനസ്സിലാക്കുക. നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത ടോപ്പിക്സിലേക്ക് വരാൻ ശ്രമിക്കുക. അടുത്ത ടോപ്പിക്സിൽ ട്രാൻസ്പോസ് ഓഫ് എ മാട്രിക്സ് എന്താണ്, സിമെട്രിക് മാട്രിക്സ് ആണ് അതിന്റെ പ്രോപ്പർട്ടീസ്, സ്ക്യൂ സിമെട്രിക് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഓർത്തോഗണൽ മാട്രിക്സ് എന്താണ് അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.